ഹായ് മക്കൾ, ആദ്യം തന്നെ പറയുകയാണ്, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജെയ് ഫേസ് 1-ൽ നിങ്ങൾ എന്ത് ഡ്രസ് കോഡ് ധരിക്കണം, സെൻറ്ററിൽ എത്ര നേരം മുമ്പ് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളതല്ല. അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അത് പല സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് കരുതുന്നത്. പകരം അതിനേക്കാൾ ഉപരി ജാനുവരി 22-ന് തുടങ്ങുന്ന നിങ്ങൾ ജെയ് ഫേസ് 1-ൽ എക്സാം ഹാളിൽ എത്തുമ്പം എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് നിങ്ങളുടെ എക്സാം ഡേറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരുന്നു. ഇനി ആർക്കെങ്കിലും ഡേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അതും എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. എടാ, ഒന്നാമത്തെ കാര്യം എല്ലാവരും പറയുന്ന ആ ക്ലാസിക്കൽ അതിന് പറയാം, സ്ഥിരം പറയുന്ന ഡയലോഗിന് എന്തോ ഒരു പേരുണ്ടായിരുന്നു, ക്രിഞ്ച് എന്നല്ല, ആ ക്ലാസിക്കൽ സാധനമാണ് എന്ത്, നിങ്ങൾ ടെൻഷൻ അടിക്കരുത് എന്നുള്ളതാണ്. എനിക്ക് ഉറപ്പാണ്, എന്താ പറയുക, ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. കാരണം എന്താ, ജെയ് കിട്ടിയാലുള്ള ലൈഫും കിട്ടിയിട്ടില്ല ലൈഫും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു വർഷം റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്ന കേസിൽ അല്ലേ. പക്ഷേ മക്കളെ, ആ ഒരു സാധനം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു സാധനം കൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് കുറച്ച് കുറയല്ലാതെ ഒരു രീതിയിലും പരീക്ഷാ ഹാളിൽ ജെയ് കിട്ടിയിട്ടില്ലെങ്കിലോ എന്നുള്ള ചിന്ത എന്ത് ചെയ്യില്ല, നിങ്ങൾ മാർക്ക് കൂട്ടൂല. ചിലപ്പോൾ നിങ്ങളെ കയ്യും കാലും വിറക്കും, ചില ചോദ്യങ്ങൾ തെറ്റിപ്പോവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ കരുതുന്നുണ്ടോ, സാർ ഇതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എങ്ങനെയാണ് ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളത്? മക്കൾ, ആകെ ടെൻഷൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ്, ഫ്യൂച്ചറിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ്. ഇത് ശരിയായിട്ടില്ലെങ്കിൽ അച്ഛനമ്മയും കടമെടുത്ത പൈസയാണ്, അമ്മേൻ്റെ ഗോൾഡ് വെച്ചിട്ടാണ് എന്നെ പഠിപ്പിച്ചത്. എടാ, അതൊന്നും ചിന്തിക്കേണ്ട സമയമല്ല എന്ത് എക്സാം ഹാളിൽ ആകെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടുള്ളൂ, നിങ്ങളുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. അതായത് പ്രത്യേകിച്ച് റിപ്പീറ്റ് ചെയ്യുന്ന മക്കളോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഞാൻ +2-ൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഞങ്ങളൊരു 6 ആൾക്കാരായിരുന്നു ടീമിലുണ്ടായിരുന്നത്. എന്ത്, നമ്മളെ കോച്ചിങ് സെൻറ്ററിലും ട്യൂഷൻ സെൻറ്ററിലൊക്കെ എന്തായാലും ഒന്നുകിൽ എന്താണ് ജെയ് ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ MBBS ക്ലിയർ ചെയ്യുന്നുള്ളതിൽ. അതിൽ 2 ആൾക്കാർക്ക് മാത്രമാണ് +2-ൻ്റെ കൂടെ, ഒന്ന് എനിക്ക് വന്ന എൻ്റെ ഫ്രണ്ടിനാണ് +2-ൻ്റെ കൂടെ ക്ലിയർ ചെയ്യാൻ പറ്റിയത്. 2 ആൾക്കാർ റിപ്പീറ്റ് ചെയ്തു. 2 ആൾക്കാർക്ക് എന്താണ് ആ ഒരു കോൺഫിഡൻസ് പോയിട്ട് അവർ സാധാ കോഴ്സൊക്കെ എടുത്തത്. ഞാനിത് പറയുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ആ സാധാ കോഴ്സൊക്കെ എടുത്ത ആൾക്കാർ എവിടെ എത്തിയിട്ടില്ല. പക്ഷേ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ ലൈഫിൽ നല്ല സക്സസ്ഫുള്ളാണ്, വലിയ കമ്പനിയിലെ ടോപ്പ് പൊസിഷനിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇത് എൻ്റെ മാത്രം കഥയല്ല, എനിക്ക് മാത്രം പറയാനല്ല, ബിലാൽ സാറൊക്കെ പറയുന്നൊരു കേസാണ്. അവൻ്റെ കൂടെ കട്ടൊക്കെ പഠിച്ചിട്ട് ജസ്റ്റ് മിസ്സായ ആൾക്കാരെന്താണ് എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ട്. കാരണം എന്താ, അവരിപ്പോൾ എടുത്ത ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, നന്നായി പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ജെയ് ഫേസ് 1-ഓ ഫേസ് 2 എന്ത് സംഭവിച്ചാലും എന്താണ്, ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവും. ഒന്നാമത്തെ കാര്യം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഫേസ് 1 പോയാൽ നിങ്ങൾക്ക് ഫേസ് 2 ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ആകെ എന്താണ്, ഒരു ആത്മനിർവൃതിയോടുകൂടി എന്ത് ചെയ്യണം, നിങ്ങൾ പരീക്ഷ എഴുതണം. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഏത് കുട്ടികൾ, മാക്സിമം എഫേർട്ട് എടുത്ത കുട്ടികൾ. രണ്ടാമത്തെ ആൾക്കാർ എഫേർട്ടൊന്നും എടുത്തിട്ടില്ല, റിപ്പീറ്റ് ചെയ്താണല്ലേ +2-ൻ്റെ കൂടെ നന്നായിട്ട് പഠിക്കണം, ജെയ് കിട്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും പഠിച്ചിട്ടില്ല എന്നുള്ള ആൾക്കാർ ഈ ഒരു ഫേസ് 1 കഴിയുമ്പോൾ പരീക്ഷയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താ, ഇനി ഞാൻ നന്നായിട്ട് പഠിക്കുന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുത്താൽ ഫേസ് 2 എന്ത് ചെയ്യാൻ പറ്റും, ഫേസ് 2 നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും. ഈ 2 ചിന്തയെ വേണ്ടൂ. കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, മറ്റുള്ള കല്യാണം കഴിക്കാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു കാര്യവും ചിന്തിക്കാതെ അതൊക്കെ എന്ത് ചെയ്യും, പാരാലിസിസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. അത് ഫ്യൂച്ചറിൽ ഫെയിൽ ആവുമോ എന്നുള്ള ചിന്തയാണ് ടെൻഷൻ, വേറൊന്നുമല്ല. അപ്പോൾ ആ ചിന്ത ഒഴിവാക്കാൻ ഇപ്പം മുതലങ്ങ് ശീലിക്കുക. പരീക്ഷകളെത്തുമ്പോൾ നിങ്ങൾക്ക് റെഡി ആയിരിക്കും. ഒന്നാമത്തെ കാര്യം. അതായത് നന്നായി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഇനി എന്തായാലും ഇതല്ലെങ്കിൽ അടുത്തതിൽ ഞാൻ പിടിക്കുന്നുള്ള ചിന്തയായിരിക്കും. എഫേർട്ട് എടുക്കാത്ത ആൾക്കാർ ഫേസ് 1 കഴിയുന്നതോടുകൂടി ഞാനെന്താ പരീക്ഷ ആളിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ പുതിയൊരു മനുഷ്യനാവാമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അതെങ്ങനെ ആക്കണം എന്നുള്ളതൊക്കെ ഈ ചാനലിൽ വീഡിയോ വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പരീക്ഷ. ജെയ് പരീക്ഷയുടെ കേസിൽ കഴിഞ്ഞ വർഷം മാത്രമാണ് ഭയങ്കരമായിട്ട് എളുപ്പമായിട്ടുള്ള ഒരു പരീക്ഷ ഉണ്ടായത്. ബാക്കിയൊക്കെ ഒരു മോഡറേറ്റ് ലെവലൊക്കെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷവും പല സെഷനുകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് ചില കണക്കുകൾ പ്രകാരം എന്താ, 99% കിട്ടിയ സെഷനുകൾ തമ്മിലുള്ള വ്യത്യാസം ഓൾമോസ്റ്റ് 50+ മാർക്ക്, 50 മാർക്കിൻ്റെ മുകളിലുണ്ട്. അതായത് ഒരു സെഷനിൽ 210 മാർക്കാണ് 99% എങ്കിൽ വേറൊരു സെഷനിൽ 160 മാർക്കേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ സെഷൻ ടഫാണെങ്കിൽ ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാരും ആ സെഷൻ എഴുതുന്ന ആൾക്കാർക്കും ടഫായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ കറക്കി കുത്തരുത്, ഒന്നും ചെയ്യരുത്. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എഴുതുക. കറക്കി കുത്തിയിട്ട്
ഒരുപാട് കുട്ടികൾ എന്തായിരിക്കും 99% കിട്ടേണ്ടത് താഴോട്ട് പോയിട്ടുണ്ടാവും ഈ ഒരൊറ്റ റീസൺ കാരണം. സോ പരീക്ഷ ടഫാവുന്നത് നമ്മുടെ കൺട്രോളിലല്ല. നിങ്ങൾക്ക് ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫാണെന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കരുതുക. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിലാണ്. കെമിസ്ട്രിയിൽ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് വല്ലാതെ ഒന്നും കെമിസ്ട്രി അറിയില്ല, പക്ഷേ എന്നാലും ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ എപ്പോഴും എന്താ ഒരു ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുക. കാരണം കെയർലെസ് മിസ്റ്റേക്ക്, അതായത് ചിലപ്പോൾ എന്തായിരിക്കും, ഞാനൊരു ഇത് പറയട്ടെ. ഇപ്പം നമ്മുടെ പി ബ്ലോക്കിലൊക്കെ അസെൻഡിങ് ഓർഡറിൽ എന്തെങ്കിലും ഇലക്ട്രോ നെഗറ്റിവിറ്റിൻ്റെ അസെൻഡിങ് ഓർഡറിലൊക്കെ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ കയറി വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ആ എക്സെപ്ഷൻ മറന്നു പോയിട്ട് എക്സെപ്ഷൻ ഇല്ലാത്ത ആൻസർ എടുക്കരുത്. ചുരുക്കി പറഞ്ഞാൽ കെയർലെസ് മിസ്റ്റേക്ക് ആവരുത്. സ്പീഡ് കൂട്ടിയിട്ടൊന്നും കെമിസ്ട്രി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു മിസ്റ്റേക്ക്, ഇത് എനിക്കൊക്കെ പറ്റിയ മിസ്റ്റേക്ക് ആട്ടോ. അതായത് അന്നത്തെ ജെയിലും എന്താണ് പതിവ് പോലെ തന്നെ മാത്സ് ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ കെമിസ്ട്രി ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഫിസിക്സ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതിയിട്ട് മാത്സ് വളരെ കുറച്ചേ ഉള്ളൂ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണ് 10ൻ്റെ താഴെ ക്വസ്റ്റ്യൻ, എത്ര ക്വസ്റ്റ്യൻ നമ്പർ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, JEL എക്സാം മാത്സിന് മാർക്ക് കുറഞ്ഞാൽ മോശമല്ലോ, ഓരെന്ത് വിചാരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഞാനൊന്ന് ചിന്തിച്ചത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഏകദേശം 10 ലക്ഷത്തിൻ്റെ മുകളിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പരീക്ഷ എഴുതുന്നുണ്ടെന്ന് മാത്രമല്ല ആരും വിചാരിക്കൂല. ഈ വിചാരിക്കുന്ന മൊത്തം കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. അവർക്ക് എന്തില്ല, അവർക്ക് പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ സാധനം. ഈ ചെങ്ങായി എന്താ സംഭവം 99% ഉണ്ട്, പക്ഷേ മാത്സിന് കുറവല്ലേ എന്നൊന്നും എന്ത് ചെയ്യൂല, സിസ്റ്റം ചിന്തിക്കില്ല. അതുകൊണ്ട് ഞാനന്ന് കുറച്ച് കറക്കി കുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണ്, അതൊക്കെ തെറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്സിന് നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം ഇത്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് NIT കാലിക്കറ്റിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു 30% കുട്ടികൾ നീറ്റിന് വേണ്ടി പഠിച്ച് നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്ത കുട്ടികളാണ്. അവരൊന്നും മാത്സ് തൊടാതെ ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ മാത്രം എഴുതിയിട്ടാണ് NIT കാലിക്കറ്റിൽ അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇമേജ് നോക്കിയിട്ട് എന്താക്കരുത്, മാത്സ് അനാവശ്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, മിസ്റ്റേക്സ് അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് വാങ്ങി വെക്കരുത്. മാത്സ് അറിയുന്നത് മാത്രം ചെയ്താൽ മതി. മാത്സിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്തില്ല, phase 1ൻ്റെ കേസിൽ അല്ലെങ്കിൽ JEE മെയിൻസിൻ്റെ കേസിൽ സബ്ജക്റ്റ് വൈസ് കട്ട് ഓഫ് ഒന്നുമില്ല. നിങ്ങളുടെ ടോട്ടൽ പെർസെൻറ്റേജ് എന്താണോ അതിലാണ് കാര്യമുള്ളത്. ഓക്കെ, റൈറ്റ്. ഇനി ലാസ്റ്റ് കാര്യം, എക്സാം ഹാൾ. സംഭവം കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ഹാൾ എന്നൊക്കെ പറയുമ്പം നിങ്ങൾ വിചാരിക്കും ഭയങ്കര സെറ്റപ്പ്, അങ്ങനെയൊന്നും ആയിരിക്കുമല്ലോ. ഭയങ്കര ഇടുങ്ങിയ സ്ഥലത്ത്, ഇപ്പം നമ്മളെ ഇടുങ്ങിയ സ്ഥലത്തായിരിക്കും എന്തുണ്ടാവുക, പരീക്ഷ ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാനുള്ള നോട്ട് പാഡിൽ പോലും ചിലപ്പം സ്ഥലം കിട്ടിയില്ല എന്നൊക്കെ വിചാരിക്കും. അപ്പം വെറുതെ എന്ത് ചെയ്യരുത്, നമ്മുടെ ഉള്ളിലെ പൗരബോധം ഒന്നും ഉണരരുത്. അതായത് ഞാൻ ഇത്രയും 2000 റുപ്യ കൊടുത്തിട്ടല്ലേ എന്തിന് ചെയ്യുന്നത്, നല്ല സെൻറ്റർ വേണ്ടേ, AC ഇല്ലേ, അങ്ങനത്തെ ചിന്തയൊക്കെ എന്താണ് നമ്മുടെ ഇക്വേഷൻസ് മറന്നു പോകാനും മര്യാദയ്ക്ക് തോട്ട് പ്രോസസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തപ്പോൾ പരീക്ഷ ഹാളിൽ എന്ത് ചെയ്യേണ്ട, ഒരു പൗരബോധം എന്താണോ നമുക്ക് കിട്ടിയത് അതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കീബോർഡൊക്കെ ഒന്ന് ലേശം ദൂരോട്ട് മാറ്റി വെച്ചിട്ട് മര്യാദയ്ക്ക് എഴുതുന്ന രീതിയിൽ ചെയ്യുക. ഒരിക്കലും എന്ത് ചെയ്ത് അവരോട് കയർക്കുക, ചൂടാവുക, പ്രശ്നമാക്കുക എന്നുള്ളതൊന്നും എന്ത് ചെയ്യണ്ട, നിങ്ങൾ ചെയ്യേണ്ട. അതൊക്കെ പിന്നെ പരീക്ഷാ ഹാളിന് ശേഷം ഇറങ്ങിക്കഴിഞ്ഞിട്ട് 2 ചീത്ത ഒരു വിളിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അന്നേരം എന്ത് ചെയ്യുക, നമ്മുടെ ഇമോഷൻസ് ഭയങ്കര നോർമലൈസ്ഡ് ആയിട്ട് നിൽക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസം ഈ ചാനലിൽ വീഡിയോസ് വരും. എന്ന് മാത്രമല്ല, ഇഫ് യു ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു വാട്സപ്പ് ചാനലും കൂടെ ഉണ്ട്. ആ ചാനലിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും. ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന ലിങ്ക് പിൻ ചെയ്യുക. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ.